സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ ബി.ജെ.പി. പ്രവേശനത്തെക്കുറിച്ചുള്ള അഭ്യൂഹം ശക്തമാകുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂർ ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന വാർത്തകളാണ് ശക്തമാകുന്നത്. എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ശശി തരൂരോ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളോ ഇനിയും തയ്യാറായിട്ടില്ല. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ അറിവോടെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ നടക്കുന്നത്. തരൂരിന്റെ ബി.ജെ.പിയിലേക്കുള്ള ചുവടുമാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരുടെയും യോഗം നടന്നിരുന്നു. ഈ യോഗത്തിന്റെ അജണ്ട എന്താണെന്ന് ആരാഞ്ഞ് ഡൽഹിയിലെ എംപിയുടെ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫോൺ കോളുകൾ എത്തിയിരുന്നു. എന്നാൽ യോഗത്തിലെ അജണ്ട സംബന്ധിച്ച വിവരങ്ങൾ എംപി ഓഫീസിന് ലഭിച്ചില്ല. കേന്ദ്രവുമായി ഭിന്നത രൂക്ഷം. രാഹുൽ ഗാന്ധിയുമായി ശശി തരൂരിനുള്ള ബന്ധം കാലങ്ങളായി മോശം കാലാവസ്ഥയിലാണ്. കഴിഞ്ഞ ഒരു വർഷമായി തരൂർ രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനായി അപ്പോയിന്റ്മെന്റിന് ശ്രമിക്കുന്നുവെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറായില്ല. ഇത് ശശി തരൂരിനെ മാനസികമായി പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നാണ് സൂചന. ഡൽഹിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എംപിമാരുടെ സത്യപ്രതിജ്ഞാവേളയിൽ തരൂർ വിദേശയാത്രയ്ക്ക് പോയതും രാഹുലിനെ ചൊടിപ്പിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തരൂരിന്റെ പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി എത്താത്തതും ശ്രദ്ധേയമായിരുന്നു. സംസ്ഥാന നേതൃത്വവുമായും അത്ര നല്ല ബന്ധമല്ല രാഷ്ട്രീയ പ്രവേശനം മുതൽ ശശി തരൂരിനുള്ളത്. കെ.പി.സി.സി. പ്രസിഡന്റുമായി പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത തരൂരിന് എന്നാൽ പറയത്തക്ക അടുപ്പവും ഇരുവരും തമ്മിലില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് ശശി തരൂരിന്റെ അവസ്ഥ. ദേശീയതലത്തിൽ പാർട്ടി ശക്തി പ്രാപിക്കുന്ന വേളയിൽ ശശി തരൂരിനെ പോലെ ജനസ്വാധീനമുള്ള ഒരു നേതാവ് പാർട്ടി വിടുന്നത് ദേശീയതലത്തിലും കോൺഗ്രസിനും നല്ലതല്ല. കേരളത്തിൽ 1.5 വർഷത്തിനിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തരൂരിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാകുന്ന ബി.ജെ.പിയും കണക്ക് കൂട്ടുന്നു. കേരളത്തിൽ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് ബി.ജെ.പിക്ക് വലിയ ആത്മവിശ്വാസവും നൽകുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. അവിടേക്ക് തരൂരിനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് കൂടിയെത്തിയാൽ അത് തങ്ങൾക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാകുമെന്നാണ് ബി.ജെ.പി കണക്ക് കൂട്ടുന്നത്. അതേസമയം ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹം ശക്തമായി നിലനിർത്തി പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശശി തരൂർ ശ്രമിക്കുന്നതെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കണക്കുകൂട്ടുന്നു. ഇതാദ്യമായിട്ടല്ല തരൂരിന്റെ ബി.ജെ.പി. പ്രവേശനം ചർച്ചയാകുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ശശി തരൂരുമായി ബന്ധപ്പെട്ട ബി.ജെ.പി. പ്രവേശന വാർത്തകൾ പ്രചരിക്കുന്നത് ആദ്യമായല്ല. അന്നൊക്കെ അദ്ദേഹം തള്ളുകയും ചെയ്തിരുന്നു. എംപിയും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യക്കുറവുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ മുതിർന്ന നേതാവിനെ തങ്ങളുടെ പാളയത്തിലെത്തിച്ചാൽ കേരളത്തിൽ ഇത് രാഷ്ട്രീയമായി പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. കേരളത്തിലെ കോൺഗ്രസിലും തരൂരിന് പിടി അയയുകയാണ്. സാധാരണ പ്രവർത്തകരുടെ പിന്തുണയുമുണ്ട്. മുസ്ലിം ലീഗ് പോലുള്ള യു.ഡി.എഫ്. ഘടകകക്ഷികളും തരൂരിനെ ഉയർത്തിക്കാട്ടും. എന്നാൽ കോൺഗ്രസിൽ കെ.സി. വേണുഗോപാലിനാണ് കൂടുതൽ കരുത്ത്. ഈ സാഹചര്യത്തിൽ തരൂരിന് വലിയ റോളൊന്നും കിട്ടുന്നില്ല. ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധി കരുത്ത് കാട്ടിയതോടെ കെ.സി. വേണുഗോപാലും ശക്തനായി. കേരളത്തിലെ കോൺഗ്രസിലെ തീരുമാനമെല്ലാം കെ.സിയുടേതാണ്. ഇതും തരൂരിന് സംസ്ഥാന രാഷ്ട്രീയത്തിലും സാധ്യത കുറയ്ക്കുന്നുണ്ട്. അതിനിടെ വെറും ഊഹാപോഹം മാത്രമാണ് പ്രചരിക്കുന്നതെന്നും ചില കേന്ദ്രങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഒരു പ്രമുഖൻ പാർട്ടിയിലേക്ക് വരുമെന്നതിന്റെ ചില സൂചനകൾ കേന്ദ്ര നേതാക്കൾ സുരേന്ദ്രന് നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.